യേശുവിൽ പ്രിയപ്പെട്ടവരെ, മംഗളവാർത്ത അറിയിക്കാനെത്തിയ ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിനോട് പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ എന്ന്. മാതാവിൻ്റെ ഹൃദയം ദൈവകൃപ നിറഞ്ഞതായിരുന്നു. അങ്ങനെ ദൈവകൃപ നിറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. മനുഷ്യമക്കളുടെ ഇടയിൽ വസിച്ചുകൊണ്ട് അവരോടൊപ്പം നടക്കുന്നു. ഈ ഒരു കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു അനുഭവം നമുക്ക് ലഭിക്കുന്നത് നാമും കർത്താവിൻ്റെ കൂടെ എപ്പോഴും നടക്കുമ്പോഴാണ്. ബഹളത്തിനിടയിൽ ഒരു കുഞ്ഞുമായി നടന്നു നീങ്ങുന്ന അപ്പൻ കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുഞ്ഞ് അപ്പൻ്റെ കൈ പിടിച്ചിട്ടുണ്ടാവണം. സാധാരണ അപ്പൻ മകൻ്റെ കൈ പിടിക്കുമ്പോൾ മകന് വേറെ സ്വാതന്ത്ര്യമില്ല. അവന് അപ്പനെ കൈ വിട്ട് ഓടി നടക്കാനാവില്ല. എന്നാൽ അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞിന് സ്വാതന്ത്ര്യമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കരങ്ങൾ അവിടുന്ന് പിടിച്ചിട്ടില്ല, നാമാണ് അവിടുത്തെ കരങ്ങളിൽ പിടിച്ചിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ അവിടുന്ന് ഉണ്ടാകും. നമ്മൾ എപ്പോഴെല്ലാം അവിടുത്തെ കരങ്ങളിൽ നമ്മൾ പിടിക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ അമിത സ്വാതന്ത്ര്യത്തോടെ നമ്മൾ കരം വിട്ട് ഓടിപ്പോകാറുണ്ട്. അപ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. ഞങ്ങളുടെ കൂടെ എപ്പോഴും വസിക്കുന്ന സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളും എപ്പോഴും അങ്ങയോടൊപ്പം വസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.